വെൽക്കം ടു തെർമോഡൈനാമിക്സ്. നമുക്ക് പല ഫോമിലുള്ള എനർജിയെ പറ്റി അറിയാം. അതിൽ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എനർജി ഫോംസ് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും. ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഈ രണ്ട് ഫോംസും അത്യന്താപേക്ഷിതമാണ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനൊക്കെ ലൈറ്റ് എനർജി എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. ഫോട്ടോസിന്തസിസ് ഇതുപോലൊക്കെയുള്ള പ്രക്രിയകൾ നടക്കാൻ. ഹീറ്റ് ജീവൻ നിലനിർത്തുന്നതിന് ഹീറ്റിൻ്റെ പങ്ക് അതിലും കൂടുതലാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയ, ദഹന പ്രക്രിയ, ഇതെല്ലാം അവിടെ എല്ലാം ഹീറ്റ് എനർജി ഇവോൾവാണ്. ഹീറ്റ് ഇല്ലാതായിക്കഴിഞ്ഞാൽ ജീവൻ നിലനിൽക്കില്ല. അതുതന്നെയാണ് തെർമോഡൈനാമിക്സിൻ്റെ പ്രാധാന്യം. പൊതുവെ തെർമോഡൈനാമിക്സ് ഫിസിക്സിലെ മറ്റു ബ്രാഞ്ചിനെ അപേക്ഷിച്ച് തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത ഇത് ഏത് ബ്രാഞ്ച് ഓഫ് ലേണിങ്ങിലും അപ്ലൈ ചെയ്യാം. ബയോളജി ആയാലും എവിടെയും, ബോട്ടണി, സുവോളജി, എവിടെയും അപ്ലൈ ചെയ്യാവുന്ന ഒരു ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. ഇതിൽ ഈ പ്രോബബിലിറ്റി, എൻട്രോപ്പി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഇത് തമ്മിലുള്ളൊരു കണക്ഷനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് സത്യത്തിൽ ലോ ഓഫ് ചേഞ്ചാണ്. ഈ പ്രോബബിലിറ്റിയെ ആയിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ സെക്കൻഡ് ലോ നമുക്കറിയാം, ഈ സ്പോണ്ടേനിയസ് ചേഞ്ച് പ്രകൃതിക്കെപ്പോഴും ഇക്വിലിബ്രിയത്തിലേക്കുള്ള പ്രയാണം നടത്തുക. പ്രകൃതി ലെസ് സ്റ്റേബിൾ ടു മോർ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കുള്ള ഒരു പ്രയാണമാണ് പ്രകൃതിയിൽ നടക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി, നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താൽ ആ ഐസൊലേറ്റഡ് സിസ്റ്റം എപ്പോഴും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനാണ് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു മുറിയുടെ ഒരു ഭാഗത്ത്, ഒരു മുറിയിൽ എയർ മോളിക്യൂൾസ് നിറഞ്ഞു നിൽക്കുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റാണ്. അപ്പോൾ പ്രോബബിലിറ്റി അതിന് കൂടുതലാണ്. മുറിയുടെ ഒരു ഭാഗത്ത് നിന്ന് എയറിനെ പമ്പ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഉപയോഗിച്ച് ചെയ്താൽ ഇക്വിലിബ്രിയം അപ്സെറ്റ് ആവും. അപ്പോൾ കാണുന്ന ഒരു സ്പോണ്ടേനിയസ് ചേഞ്ച് പ്രക്രിയ അവിടെ വരും. ഈ പമ്പ് ചെയ്ത് കൂട്ടിയിരിക്കുന്ന എയറിൻ്റെ ഭാഗം അവിടെ പ്രഷർ കൂടുകയും പമ്പ് ചെയ്ത ഏരിയയിലേക്ക് പ്രഷർ കുറഞ്ഞു പോയതുകൊണ്ട് എയർ ഇങ്ങോട്ട് റഷ് ചെയ്ത് യൂണിഫോം പ്രഷറിൽ എത്തിച്ചേരാനുള്ള ഒരു സ്പോണ്ടേനിയസ് ചേഞ്ച് അവിടെ നടക്കും. അപ്പോൾ നമ്മൾ പറയും, ഈ പമ്പ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിൽ പ്രോബബിലിറ്റി കുറവാണ്. ആ സ്റ്റേറ്റിൽ അധികം നേരം അതിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് യൂണിഫോം പ്രഷർ റൂമിലുണ്ടാകത്തക്ക വിധത്തിലാണ്. അപ്പോൾ അതാ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പോൾ അതിനാ പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ ഏതൊരു സ്പോണ്ടേനിയസ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഏതൊരു സ്പോണ്ടേനിയസ് ചേഞ്ച് നടക്കുന്നതും ലെസർ പ്രോബബിലിറ്റി ടു ഗ്രേറ്റർ പ്രോബബിലിറ്റി അവസ്ഥയിലേക്കാണ്. ഇതാണ് സെക്കൻഡ് ലോയും പ്രോബബിലിറ്റിയും തമ്മിലുള്ള, അല്ലെ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി സെക്കൻഡ് ലോ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. ഈ പ്രോബബിലിറ്റി, ലെസർ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഓർഡേർഡ് സിസ്റ്റം. ഗ്രേറ്റർ പ്രോബബിലിറ്റി മീൻസ് ലെസ് ഓർഡേർഡ് സിസ്റ്റമാണ്.
അത് ഈ റൂമിലെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ എൻട്രോപ്പി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ഓർഡർ ഡിസോർഡർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർഡർലിനെസ് കുറയുക എന്ന് പറയുമ്പോൾ എൻട്രോപ്പി കൂടുക. ലെസ് ഡിസോർഡേർഡ് സിസ്റ്റം മീൻസ് ലെസ് എൻട്രോപ്പി. ഹൈലി ഡിസോർഡേർഡ് സിസ്റ്റം മീൻസ് ഹയർ എൻട്രോപ്പി. പക്ഷേ ഈ എൻട്രോപ്പിയും പ്രോബബിലിറ്റി ഏതാണ്ട് ഒരേ ആശയം തരുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആണെന്ന് തോന്നും. അപ്പോൾ അത് റിഡണ്ടൻ്റ് പ്രോപ്പർട്ടീസ് എന്ന് വേണേൽ പറയാം. ഏതെങ്കിലും ഒന്ന് പോരെ, രണ്ടും കൂടെ വേണോ എന്ന് ചോദിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഫിയറിൻ്റെ റേഡിയസും റേഡിയസ് കൂടുതലാന്ന് പറഞ്ഞാൽ പോരെ, വോളിയവും കൂടുതലാണ് റേഡിയസും കൂടുതലാന്ന് പറയുമ്പോൾ ഒന്ന് റിഡണ്ടൻ്റാണ്, ഒന്ന് ആവശ്യമില്ലാത്തതാ, ഏതെങ്കിലും ഒന്ന് പോലെ നിൽക്കും. പക്ഷേ അത് അങ്ങനെയല്ല. നമുക്ക് റേഡിയസും വോളിയവും പ്രത്യേകം രണ്ടിനും രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പല രീതിയിൽ ഉപയോഗിക്കാൻ ഇത് രണ്ടും ആവശ്യമാണ്. ഇതുപോലെ തന്നെ പ്രോബബിലിറ്റിയും എൻട്രോപ്പിയും ഈ പ്രശ്നമുണ്ട്. പ്രോബബിലിറ്റി എപ്പോഴും മൾട്ടിപ്ലിക്കേറ്റീവാണ്. P1 പ്രോബബിലിറ്റിയും മറ്റൊരു സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി P2 ആണെങ്കിൽ ഈ രണ്ടിനെയും കൂടെ പ്രോബബിലിറ്റി P1 × P2 ആണ്. നേരെ മറിച്ച് എൻട്രോപ്പി അഡിറ്റീവാണ്. നമുക്കത് ഒന്ന് കാണാം. ഇതിപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഒരു റൂമിലെ രണ്ട് എയർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റായിട്ട് വേർതിരിച്ചിരിക്കുക ഈ വോൾ ഉപയോഗിച്ച്. ഈ കമ്പാർട്ട്മെൻറ്റിൽ എയർ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഈ കമ്പാർട്ട്മെൻറ്റ് വാക്യൂമാണ്. ഇവിടെ ഓർഡർ ഹൈയാണ്. കാരണം ഒരു പർട്ടിക്കുലർ മോളിക്യൂളിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ വോളിയത്തിൽ ഈ കമ്പാർട്ട്മെൻറ്റിൽ പരിശോധിച്ചാൽ മതി. ഇവിടെ ആ മോളിക്യൂൾ ഇല്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഇത് കൂടുതൽ ഓർഡറുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ പ്രോബബിലിറ്റി കുറവാണ്. ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ വേറെ റൂമിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രക്രിയ അല്ല. ഒരു ഹോള് ഈ പാർട്ടീഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എയർ ഇങ്ങോട്ട് റഷ് ചെയ്യും. എന്നിട്ട് യൂണിഫോമായിട്ട് എയർ മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്യും. ഇവിടെ ഓർഡർ കുറയും. കാരണം ഒരു പർട്ടിക്കുലർ എയർ മോളിക്യൂളിനെ കണ്ടുപിടിക്കാൻ അത് ഇവിടെ എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ ഓർഡർ കുറഞ്ഞു, പക്ഷേ പ്രോബബിലിറ്റി കൂടി. കാരണം ഈ സ്റ്റേറ്റിൽ നിൽക്കാനാണ് പ്രകൃതിക്ക് ഇതിനകത്ത് എയറിന് ഇഷ്ടം. അപ്പോൾ അതേസമയം എൻട്രോപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോർഡർ ഇൻ എ സിസ്റ്റം or of the probability of the arrangement of the parts of a system. ഇങ്ങനെ പറയാം. ഇത് രണ്ടും കൂടുള്ള കണക്ഷൻ എൻട്രോപ്പി S = K × ലോഗരിതം ഓഫ് P, where K is the Boltzmann's constant, P probability of any particular state of a system. ഈ രണ്ട് സിസ്റ്റംസ് കണക്റ്റഡാണ്. രണ്ട് ഐസൊലേറ്റഡ് സിസ്റ്റംസ് കണക്റ്റഡായിട്ട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് മാറുന്നു എന്നിരിക്കട്ടെ. അതിലൊരു സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി P1, രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ പ്രോബബിലിറ്റി P2 എങ്കിൽ രണ്ട് സിസ്റ്റത്തിൻ്റെയും കൂടെ ടോട്ടൽ പ്രോബബിലിറ്റി P1 P2 ആ പ്രോബബിലിറ്റി തിയറി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ സിസ്റ്റത്തിൻ്റെ ഈ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എൻട്രോപ്പി S എന്ന് പറയുന്ന K log P1 P2 ആണ്. കാരണം K × ലോഗരിതം ഓഫ് പ്രോബബിലിറ്റി ആണെന്നല്ല എൻട്രോപ്പി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. log P1 P2 ഈസ് log P1 + P2. അപ്പോൾ ഇത് K log P1 + K log P2. This is entropy of the first system and this is the entropy of the second system. അപ്പോൾ
പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേറ്റീവാണ്, ടോട്ടൽ കാണാൻ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ എൻട്രോപ്പി, ടോട്ടൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സമ്മായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ലോ പല രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ഡയറക്ഷൻ ഓഫ് സ്പോണ്ടേനിയസ് ചേഞ്ച് is from an arrangement of lesser probability to an arrangement of greater probability. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ഡയറക്ഷൻ ഓഫ് സ്പോണ്ടേനിയസ് ചേഞ്ച് ഈസ് ഫ്രം ഓർഡർ ടു ഡിസോർഡർ. അപ്പോൾ മെക്കാനിക്സിലെ കൺസർവേഷൻ ലോസിന് പോലെ അതേ സ്റ്റാറ്റസ് സെക്കൻഡ് ലോയ്ക്കും കൊടുക്കാം. കാരണം കൺസർവേഷൻ ലോ അനുസരിക്കുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഒന്നും ഇല്ലെങ്കിലാണ് ഒരു ക്വാണ്ടിറ്റി കൺസേർഡ് ആകുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെയും സെക്കൻഡ് ലോ ഒബേ ചെയ്യണമെങ്കിലും ഐസൊലേറ്റഡ് സിസ്റ്റം ആയിരിക്കണം എന്ന് പറയും. ഇനി എൻട്രോപ്പി വെച്ച് പറഞ്ഞാൽ സെക്കൻഡ് ലോ ഇങ്ങനെ പറയാം: ദി entropy of an isolated system increases or remains the same. ഈ ഒരു സിസ്റ്റത്തിലെ ഒരു ഭാഗത്ത് എൻട്രോപ്പി കുറഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് എൻട്രോപ്പി കൂടും. സോ ദാറ്റ് ടോട്ടൽ എൻട്രോപ്പി ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതല്ല എങ്കിൽ എൻട്രോപ്പി കൂടും. അപ്പോൾ entropy of an isolated system increases, ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യും ഓർ റിമെയിൻസ് സെയിം. ഐസൊലേറ്റഡ് സിസ്റ്റം നമുക്ക് എൻട്രോപ്പിയുടെ ഡെഫിനേഷൻ ΔQ/T എന്നാണ്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് ഹീറ്റ് കൊടുക്കുന്നില്ല, അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി സീറോയാണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി സീറോ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി റിമെയിൻസ് സെയിം. പക്ഷേ എൻട്രോപ്പി ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ഇക്വിലിബ്രിയത്തിലേക്ക് വരാനാണ് ഐസൊലേറ്റഡ് സിസ്റ്റം ശ്രമിക്കുന്നത്. അപ്പോൾ എൻട്രോപ്പി കൂടാം. കാരണം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഡിസോർഡേർഡ് സ്റ്റേറ്റാണ്. ബാക്കി ഇതുപോലുള്ള ഡിസ്കഷൻസ് നമുക്ക് പുറകെ വരും. താങ്ക്